അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. അതായത് ഇപ്പോൾ പറഞ്ഞ് മാധ്യമങ്ങളടക്കം വാർത്ത കൊടുത്ത് പോറ്റിയിൽ നിന്ന് മാറി മുരാരിയിലെത്തി, മുരാരിയിൽ നിന്ന് സുധീഷിലേക്ക് എത്തി, അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആരൊക്കെ വരാനിരിക്കുന്നു ഈ പട്ടികയിൽ? അങ്ങ് നേരത്തെ ആത്മവിശ്വാസമില്ലാതെയാണ് പറഞ്ഞത്. മെസ്സി വരുംട്ട, മെസ്സി വരൂല്ലാട്ട എന്ന് പറഞ്ഞതുപോലെ വാസു കുടുങ്ങൂട്ടാന്ന് നമ്മൾ പറഞ്ഞു, കുടുങ്ങൂല്ലാട്ടാന്ന് അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഈ പട്ടികയിലേക്ക് വന്നു ചേരാനിരിക്കുന്നവർ ആരൊക്കെ? വാസു കുടുങ്ങത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വാസു കുടുങ്ങിയാലും അവസാനം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പൊട്ടും വിട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പരിശോധിക്കുമ്പോൾ ആരും ചർച്ച ചെയ്യാതെ പോയൊരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിലെ കൊള്ള, പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ള, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന തട്ടിപ്പ്, അവിടെ നടക്കുന്ന മോഷണം, ഇക്കാര്യങ്ങളെ പറ്റി പരിശോധിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി സമയാസമയങ്ങളിൽ ഹൈക്കോടതിയിൽ അറിയിക്കാനും ഒരു സ്പെഷ്യൽ കമ്മീഷണറെ, ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണറെ നിയമിക്കുക പതിവാണല്ലോ. ഈ കേസിനകത്ത് 2019 കാലയളവില് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചിരുന്ന ജില്ലാ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എങ്കിൽ ആ സമയത്ത് ഈ തട്ടിപ്പ് നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ കൂടി എനിക്ക് ഈ കാര്യത്തിനെ പറ്റി പറയാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം എല്ലാ മാസവും അല്ലെ നട തുറക്കുമ്പോഴും ഒക്കെ അവിടെ പോകുന്ന വ്യക്തിയാണല്ലോ. അവിടുത്തെ ആ പാളി മാറി അല്ലെങ്കിൽ പുതിയ പാളി കൊണ്ടുവച്ചു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ആ ഫയൽ ഒന്ന് പരിശോധിക്കാനോ അതിനകത്ത് ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് നോക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളിടത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ വീഴ്ച നമുക്ക് ഈ സംഭവത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് പൊതുസമൂഹം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിനെ പറ്റി കൂടി ഒരു അന്വേഷണം നടത്തണം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് 2019 ഉണ്ടായത്. അന്ന് ഇവർ വിചാരിച്ച എന്താണ്, ഈ ജില്ലാ ജഡ്ജിയെ പോലും ഞങ്ങൾ പറ്റിച്ചല്ലോ, ഇനിയും 2025 ബാക്കി പാളികൂടെ മോട്ടിക്കുമ്പോൾ ഇന്നത്തെ ജില്ലാ ജഡ്ജിയായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറെയും പറ്റിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച ആ സമയത്തുണ്ടായ സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു വീഴ്ച തന്നെയാണ്. അദ്ദേഹത്തിന്റെ നോട്ടക്കുറവാണ്. രണ്ടാമത്തെ കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രോപദേശക സമിതികളുണ്ട്. ക്ഷേത്രോപദേശക സമിതികൾ ചില ക്ഷേത്രങ്ങളെ അതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, തീർച്ചയാണ്, ശരിയാണ്. പക്ഷെ ഈ കഴിഞ്ഞ മാസം ശബരിമലയിൽ നടത്തിയ ആഗോള തട്ടിപ്പ് സംഗമത്തിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ശബരിമലയിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ഭക്തന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണല്ലോ ആ തട്ടിപ്പ് സംഗമത്തിലേക്കുള്ള ആളുകളെ കൂട്ടിയത്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തില് എല്ലാ വർഷവും 10, 15, 20 തവണ ദർശനം നടത്തുന്ന വളരെ വലിയ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നറുക്കിട്ട് എടുത്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള മലയരയ വിഭാഗത്തിലെ കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും ഉള്ള ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിന് ഒരു ഉപദേശക സമിതി ഉണ്ടാക്കുന്നില്ല? നമ്മൾ നോക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ചില നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടാവാം. ശബരിമല പോലുള്ള ചില ക്ഷേത്രങ്ങളെ ഈ ഉപദേശക സമിതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് തെറ്റാണ്. ശബരിമലയുടെ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ള മലയരയ സമുദായത്തിനെയും ശബരിമലയിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ഭക്തന്മാരിൽ നിന്ന് നറുക്കെടുക്കുന്ന വ്യക്തികളെയും കൂടെ ചേർത്തുകൊണ്ട് ശബരിമലയിലും ഒരു ക്ഷേത്രോപദേശക സമിതി ഉണ്ടാകണം. അപ്രകാരമുള്ള വിജിലന്റ് ആയിട്ടുള്ള ക്ഷേത്രോപദേശക സമിതി ഉണ്ട് എങ്കിൽ ആ കുറെ കള്ളങ്ങളും മോഷണങ്ങളും ശബരിമലയിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇതിന്റെ വേരുകൾ പോയിരിക്കുന്നത് ഈ പമ്പയുടെ പരിസര പ്രദേശങ്ങളിലോ ശബരിമലയിലെ നന്ദൻകോടിന്റെ പരിസര പ്രദേശങ്ങളിലോ അല്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സമ്പ്രദായം അവിശ്വാസികളായിട്ടുള്ള MLA-മാർ തെരഞ്ഞെടുക്കുന്ന വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസ വഞ്ചകരുടെ കൂട്ടായ്മയാണ് ശബരിമലയെ ഭരിക്കുന്ന ഈ ദേവസ്വം ബോർഡ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നീതിയും നമുക്ക് ലഭ്യമാകുകയില്ല. ഇത് കേരളത്തിന് വെളിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട വേരുകൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ചെന്നൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ബെല്ലാരിയിലുണ്ട്,
ബാംഗ്ലൂരിലുണ്ട്. ഇവിടെയൊക്കെ അന്വേഷണം നടത്താനും ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുക്കാനും കൃത്യമായ രീതിയിൽ ഭാഷാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ ചോദ്യം ചെയ്യാനോ സാക്ഷികളെ ചോദ്യം ചെയ്യാനോ കേരള പോലീസിന് ചില വൈദഗ്ധ്യ കുറവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള വിശ്വാസികളുടെ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ പറയുന്നത് ഈ കേസിന്റെ അന്വേഷണം CBI പോലുള്ള ഒരു ഏജൻസി ഏൽപ്പിക്കണം. അത് കർശനമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മാത്രമേ വാസു കുടുങ്ങത്തുള്ളൂ. വാസുവിനെ വെറുതെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് 2 ദിവസം റിമാൻഡിൽ ഇട്ടു എന്നുള്ള കാരണത്താൽ വാസു കുടുങ്ങത്തില്ല. വാസു നിയമം പഠിച്ച ശുദ്ധനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, നിയമം പഠിച്ച കള്ളനാണ്. ആ കള്ളനായിട്ടുള്ള വാസു പോലെയുള്ള വ്യക്തികളെ കുരുക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസിനൊന്നും സാധിക്കത്തില്ല. ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം, ഫോറൻസിക്കിന്റെ പരിശോധന ഉണ്ടാകണം, നുണ പരിശോധന ഉണ്ടാകണം. ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടി വന്നാൽ ഈ തട്ടിപ്പ് സംഘത്തിലെ ഒരു വ്യക്തിയെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ബാക്കി രേഖകളും ബാക്കി തെളിവുകളും കൃത്യമായിട്ട് സമാഹരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാസു കുടുങ്ങും, പത്മകുമാർ കുടുങ്ങും, ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന പരൽ മീനുകളോടൊപ്പം പല സ്രാവുകളും. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അഡ്വക്കേറ്റ് വസന്ത്, അതായത് ഈ സുധീഷ് കുമാറിൽ വരെ കാര്യങ്ങൾ എത്തി നിൽപ്പാണല്ലോ. കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യാൻ SIT തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. ഇവരെ 3 പേരെ, പോറ്റി, മുരാരി, സുധീഷ്, ഈ 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ സമ്മർദ്ദം ഉറപ്പായും ഉണ്ടാകും. അതായത് ഈ പരിധി വിട്ട് മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് ഉറപ്പായും തീരുമാനിക്കുന്നുണ്ടാകുമല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെയും രാഷ്ട്രീയ ശക്തികളായി തന്നെ. ആ നിലയ്ക്ക് ഈ SIT സംഘത്തിന് ഈ സമ്മർദ്ദത്തെ മറികടക്കാനാകുമോ? നോക്കൂ, ഇവിടെ നിങ്ങൾ പറയുന്നത് ഇതിൽ സർക്കാരിനൊന്നും ഒരു ഇതില്ലെന്നേ. നിങ്ങൾ എന്ത് സമ്മർദ്ദം വന്നാലും SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. നിങ്ങൾ അന്ന് മനസ്സിലാക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ഒരു SIT സംഘത്തെ ഉണ്ടാക്കി. അതിൽ ദേവസ്വം വിജിലൻസിൽ ഉള്ളവരുണ്ടായിരുന്നു. ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അവരെ മാറ്റിയത്. അപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു? അല്ല, ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ? അങ്ങനെയല്ല. ഒരു 2 ഞാൻ പറഞ്ഞത് അങ്ങനെ കൂടുകയാണെങ്കിൽ അത് പരിശോധിക്കുന്നത്. അതാണ് SIT ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പം ഇതെന്ന് പറയുന്ന റിപ്പോർട്ട് എടുക്കുന്നത് എവിടെയാണ്? ബഹുമാനപ്പെട്ട കോടതിയിലാണ് മാത്രമേ ഉള്ളൂ. അതും ഓപ്പൺ കോർട്ടിലൊന്നുമല്ല. അത് അടച്ചിട്ട ഇതിലും സീൽ ചെയ്ത ഇതിലുമാണ് കൊടുക്കുന്നത്, റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നേ, നമ്മൾ വിശ്വസിച്ച് തന്നെ പോകുന്നത്. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട VSPയുടെ നേതാവ് പറയുന്നതായിട്ടു ഈ ഉപദേശക സമിതി ക്ഷേത്രങ്ങളിൽ, ഈ പല ക്ഷേത്രങ്ങളും ഉപദേശക സമിതി രൂപീകരിച്ചിട്ട് അവർ സ്വന്തമായിട്ട് രസീതടിച്ച് കൊടുത്തിട്ടുള്ള എത്രയോ സ്ഥലങ്ങൾ കൊണ്ടിട്ടുണ്ട്. അത് പിരിച്ചുവിടേണ്ട ഗതികേട് വന്നിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഉപദേശക സമിതി അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറെ ആരുടെയും അല്ല. ഈ കള്ളന്മാർക്ക് എങ്ങനെ ഇത്തരത്തിൽ വരുന്ന ഉപദേശക സമിതിയുടെ കള്ളന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കും സാറേ? ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞത് ഈ ഉപദേശക സമിതി രൂപീകരിക്കണമെന്നാണ്. ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലെല്ലാം ഇതേപോലെ വന്നിട്ട് കൊടുക്കാൻ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറോ അത് പിരിച്ചുവിടേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. കാരണം ഈ നമ്മളെ സുബ്രഹ്മണ്യം പോറ്റിയെ പോലത്തെ ആൾക്കാരാണ്. കാര്യം ഒരു പൂജയ്ക്ക് തന്നെ ഞാൻ പറയുന്നത് ഒരു പൂജയ്ക്ക് തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ വരും. ഒരു പൂജയ്ക്ക് തന്നെ പലവരെയൊന്നും പൈസ വാങ്ങിക്കും. എന്നാൽ അഡ്വക്കേറ്റ് സതീഷ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 2 ദിവസം മുമ്പ് ഞങ്ങളൊരു വാർത്ത കൊടുത്തു. ധർമ്മടം അണ്ടല്ലൂർക്കാവാണെന്നാണ് ഓർമ്മ. അവിടെ ദേവസ്വം ബോർഡ് സീൽ ചെയ്ത് നൽകുന്ന രസീതുകൾ മാത്രം കൊടുത്താണ് പിരിക്കാറ്. സാധാരണ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ രസീതുകൾ അച്ചടിച്ച് അത് കൊടുത്ത് പണം വാങ്ങി പിരിവ് നടത്തി എന്നൊരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അതെവിടെയാണ്? ധർമ്മടം. അതെ, ഞാൻ പറയുന്നത് അതിനോട് ഈ ഉപദേശക സമിതി രൂപീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊള്ളരുതായ്മയൊന്നും ഇല്ലാന്നല്ലേ ഇപ്പം ശബരിമലയുടെ കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ശബരിമലയെ സംബന്ധിച്ച് അതങ്ങനെ രൂപീകരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട സാറ് ഇവിടെ ഇരിക്കുന്നത്, അത് പറ്റത്തില്ല. അതിനൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം അയ്യപ്പ സേവാ സംഘങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവിടെ സന്നദ്ധ സേവനമായിട്ട്
പല സന്നദ്ധ സേവനങ്ങളും ശബരിമലയിലുണ്ടല്ലോ. അപ്പം സാറേ ദയവായിട്ട് ക്ഷമിക്കണം, ശബരിമലയിലെ സർവ്വ സന്നദ്ധ സംഘടനകളുടെ സഹായം ദേവസ്വം ബോർഡ് നിഷേധിച്ചിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാ വർഷവും അവിടെ ക്ലീനിങ് നടത്തുമായിരുന്നു, നിഷേധിച്ചു. അയ്യപ്പ സേവാ സംഘത്തിന് അന്നദാനം നടത്തുമായിരുന്നു, അത് നിഷേധിച്ചു. അമൃതാനന്ദമയി മഠത്തിന് സന്നദ്ധ സേവനം നടത്താനുള്ള അവകാശമുണ്ടായിരുന്നു, നിഷേധിച്ചു. കാരണം കള്ളന്മാർക്ക് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ അവിടെ വരുമ്പോൾ മോഷണം നടത്താനും തട്ടിപ്പ് നടത്താനുള്ള സാഹചര്യം ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ശബരിമലയിലെ അന്നദാനം എന്ന് പറയുന്ന മഹാ തട്ടിപ്പ് ഈ സന്നദ്ധ സംഘടനകൾ അന്നദാനം നടത്തുകയാണെങ്കിൽ അതിൽ കൂടെ തട്ടിപ്പ് നടത്താൻ ഒക്കത്തില്ലെന്ന് മനസ്സിലാക്കി എല്ലാം നിഷേധിച്ച ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള രീതിയിലൊന്നും എടുക്കല്ലേ. ഞാനിത് പറയുന്നത് ഈ പല സ്ഥലങ്ങളിലും എനിക്കറിയാനുള്ള പല സ്ഥലങ്ങളും ഈ ഉപദേശ സമിതിയൊക്കെ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ BJPയുടെ വക്താവ് പറയുന്നത് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, വെള്ളം, ഇതൊക്കെ എന്ന് കണക്ക് പറയുന്നത് നോക്കൂ. ഈ ട്രാൻസ്പോർട്ട് പോകുന്നത് സ്പെഷ്യൽ ബസ്സായിട്ടാണ്. അവിടെ അയ്യപ്പ ഭക്തനെ അല്ലാതെ ഒരു വ്യക്തിയെ പോലും അതിൻ്റെ അകത്ത് കയറ്റില്ല. അതെന്ന് പറഞ്ഞാൽ സീറ്റ് കപ്പാസിറ്റി അനുസരിച്ചാണ് അവിടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഴിയുന്ന വർഷങ്ങളിലൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. മാത്രം എന്താണ് കാണിക്കാത്തത്? ഈ പമ്പയിൽ നിന്ന് കൊണ്ടുപോയി കുത്തി നിറച്ചു കൊണ്ടുപോകുന്നവർക്ക് ടിക്കറ്റിൽ ഇളവ് ചെയ്ത് കൊടുക്കും മാത്രം ചെയ്താൽ മര്യാദയുള്ള പ്രവർത്തനം. ഞാൻ ശബരിമലയിൽ കൃത്യമായി പോകുന്ന ഒരാളാണ്. KSRTC ബസ്സിൽ പോകാറുണ്ട്. ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് നിലയ്ക്കൽ ഇറങ്ങണമെങ്കിലും കിളിമാനൂർ ഇറങ്ങണമെങ്കിലും വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിലും തിരുവനന്തപുരം ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അല്ല, അങ്ങനെ നീതിയായിരുന്നു. അല്ല, നീതിയല്ല. അത് ഒരു സ്പെഷ്യൽ ബസ്സാണ്. ഒരു സ്പെഷ്യൽ ബസ് ഇടുമ്പോഴത്തേക്ക് സ്വാഭാവികമായി അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. സബ്സിഡി കൊടുത്തില്ലെങ്കിലും ഇത് കിളിമാനൂർ കൊടുത്താൽ പോരെ? ഇപ്പം ട്രാൻസ്പോർട്ട് ഇപ്പം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രിയായതിനു അനുസരിച്ചിട്ട് എത്രയും സബ്സിഡികൾ പലർക്കും ചെയ്തു കൊടുക്കുന്നു. ഇപ്പം ക്യാൻസർ പേഷ്യന്റ് ഞാൻ ഒരു കാര്യം പറ്റി അതിന് മുൻപ് അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.